ആയുധങ്ങൾ കൊണ്ട് അത്ഭുതപ്പെടുത്താറുള്ള രാജ്യമാണ് റഷ്യ. റഷ്യ വീണ്ടും അത്ഭുതപ്പെടുത്തുന്ന ഒരു ആയുധവും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അതെ, ഒരു റോക്കറ്റ് ലോഞ്ചറാണ്. പക്ഷേ ഒരു നിസ്സാരമായിട്ട് നമുക്ക് ഒരു റോക്കറ്റ് ലോഞ്ചർ അല്ലേ എന്ന് തള്ളിക്കളയാൻ കഴിയാത്ത ഒരു റോക്കറ്റ് ലോഞ്ചർ. നമുക്കറിയാം, ഈ പുതിയ യുഗത്തിൽ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് യുദ്ധം ചെയ്യുകയും ആ യുദ്ധം വിജയിക്കുകയും ചെയ്യുകയാണ് ഏറ്റവും മികച്ച ഒരു രാജ്യം എന്ന് പറയുന്നതിലേക്ക് എത്തിക്കുന്നത്. കാരണം നമുക്കറിയാം, 4 ദിവസമാണ് നമ്മളൊരു സ്ട്രൈക്ക് നടത്തിയത്. ആ 4 ദിവസം കൊണ്ട് അടിക്കേണ്ടടുത്ത് അടിച്ച് തരിപ്പണമാക്കി അവനുള്ള മറുപടിയും കൊടുത്തു. അവനെ കൊണ്ട് നമ്മൾ കാല് പിടിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് റഷ്യ. റഷ്യ എന്ന് സാത്താൻ 2 അങ്ങനെയുള്ള ഒരുപാട് മിസൈൽസ് ആയിക്കോട്ടെ, അല്ലാതെയുള്ള ആയുധങ്ങളായിക്കോട്ടെ, ഇതെല്ലാം ഭൂഖണ്ഡങ്ങൾ ചുറ്റി വരുന്ന മിസൈൽ പരീക്ഷിച്ചുകൊണ്ട് പലർക്കുമുള്ള മറുപടിയാണ് നീ സൂക്ഷിച്ചോ എന്നുള്ള രീതിയിൽ മറുപടി പറയുന്ന ഒരു രാജ്യം. അപ്പോൾ ഈ പറയുന്ന തരത്തിൽ ലോകത്തെ വിറപ്പിച്ച് നിർത്തുന്ന റഷ്യ, റഷ്യക്കുള്ള ശത്രുക്കൾ ആരൊക്കെയാണ്, ഇടക്കിട്ട് പണിയുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് അനുസരിച്ചിട്ടാണ് ആ ഓരോ പിൻ പോയിന്റ് ആയിട്ടുള്ള ടൈമിലും ഓരോ ആയുധങ്ങൾ ഇങ്ങനെ വിന്യസിച്ചു കൊണ്ടിരിക്കുന്നത്. അതേ സമയത്താണ് ഈ പറയുന്ന ഒരു റോക്കറ്റ് ലോഞ്ചർ ഇവർ ലോഞ്ച് ചെയ്യുന്നത്. ഈ റോക്കറ്റ് ലോഞ്ചർ എന്ന് പറയുന്നത് സത്യത്തിൽ ഹിറ്റ് ആൻഡ് റൺ എന്ന് പറയുന്ന തരത്തിൽ തന്ത്രങ്ങൾ മെനയാൻ കഴിയുന്ന ഒരു റോക്കറ്റ് ലോഞ്ചറാണ്. അപ്പോൾ ലോകമെമ്പാടുമുള്ള എല്ലാ തരത്തിലുമുള്ള വിദഗ്ധരെയും പ്രതിരോധ വിദഗ്ധരെയും അമ്പരപ്പിച്ചുകൊണ്ടാണ് ഈ റോക്കറ്റ് ലോഞ്ചർ. ഇതിൻ്റെ പേര് സർമ എന്നാണ്. സർമ എന്ന് പറയുന്ന ഈ ഒരു റോക്കറ്റ് ലോഞ്ചർ എന്ന് പറയുന്നത് വമ്പൻ ടാങ്കുകളെയും പീരങ്കികളെയും നിഷ്പ്രഭമാക്കുന്ന തരത്തിലുള്ള വേഗത അതിനുണ്ട്, പ്രഹരശേഷിയുണ്ട്. ഇതെല്ലാം ചേർന്ന് സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു റോക്കറ്റ് ലോഞ്ചർ ലോകത്തിന് മുന്നിലേക്ക് റഷ്യ കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ഗെയിം ചേഞ്ചറായിട്ട് മാറുന്ന സാഹചര്യത്തിലേക്ക് കൂടി മാറുകയാണ്. അപ്പോൾ ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതൊരു ഹിറ്റ് ആൻഡ് റൺ പറയുന്ന തരത്തിലുള്ള ഒരു പ്രോജക്റ്റാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാന ശക്തി, അതിൻ്റെ ഒരു വലിപ്പമോ അത് ഉണ്ടാക്കുന്ന ഒരു നമ്മൾ പറയില്ല ഭീകരമായ ഒരു സംഭവം എന്നൊക്കെ പറയാം, അതല്ല. അത് മറിച്ച് അതിൻ്റെ വേഗതയുണ്ടല്ലോ, വിന്യസിക്കുന്ന വേഗത, അതിൻ്റെ ആക്രമണ ശേഷി, ഇതിലൊക്കെയാണ്. അപ്പോൾ റിപ്പോർട്ടുകൾ അനുസരിച്ച് വെറും 18 സെക്കൻഡ് മതി ഈ താവളങ്ങൾ ഇതെല്ലാം അടിച്ച് നിഷ്പ്രഭമാക്കി വരാനായിട്ടുള്ള എന്നതാണ്. അപ്പോൾ ഇതിന് വിന്യസിക്കാനായിട്ട് അത്രത്തോളം വെറും 3 മിനിറ്റിനുള്ളിൽ ഈ സംവിധാനത്തെ പൂർണ്ണമായും വിന്യസിക്കാനും പ്രവർത്തനത്തിന് ശേഷം പാക്ക് ചെയ്ത് മാറ്റാനും കൂടി കഴിയും. വെറും 3 മിനിറ്റ് എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്നു അത്തരത്തിലൊരു സംഭവം ആരും വേറെ ഒരു രാജ്യങ്ങളും അതിൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ കൊണ്ടുവന്നതായിട്ട് അറിയില്ല. എന്തായാലും ശത്രുവിൻ്റെ നിരീക്ഷണ സംവിധാനങ്ങളൊക്കെയും തീർത്തും പരാജയപ്പെടുത്തി ആക്രമിച്ച് നശിപ്പിച്ചതിന് ശേഷം പ്രതികരിക്കുന്നതിന് മുൻപ് ഇത് എടുത്തുകൊണ്ട് സ്ഥലം കാലിയാക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് കഴിയാൻ പറ്റും. മറ്റൊരു ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ ഹൈ പവറാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫയർ പവറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ 18 സെക്കൻഡ് എന്ന് പറയുന്നത് അത് ഏറ്റവും മികച്ച ഒരു റോക്കറ്റ് ലോഞ്ചർ എന്ന് തന്നെ വേണം നമ്മളത് മനസ്സിലാക്കി. കൂടാതെ തന്നെ മുഴുവൻ പേലോഡും വിക്ഷേപിക്കാൻ ഇത് ഈ ഒരു സമയം കൊണ്ട് കഴിയുകയും ചെയ്യും. അപ്പോൾ യുദ്ധഭൂമിയിൽ വെച്ചുകൊണ്ട് ഒരു 18 സെക്കൻഡ് കൊണ്ട് എല്ലാം നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തന ശേഷിയും എല്ലാ തരത്തിലുള്ള മികവും അവിടെ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. അപ്പോൾ ഈ 18 സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ഒരു ആക്രമണം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശത്രുവിൻ്റെ എല്ലാ തരത്തിലുമുള്ള പ്രതിരോധ സംവിധാനങ്ങളെയും ഒക്കെ സംഹരിക്കാൻ കഴിയും. മറിച്ച് തിരിച്ച് അവരൊരു ആക്രമണം നടത്തി ഇത് നശിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനെ പാക്ക് ചെയ്ത് മാറ്റാനും കഴിയും. അപ്പോൾ ഇതോടുകൂടി ഒരു ദീർഘമായിട്ടുള്ള ഏറ്റുമുട്ടൽ അവിടെ ഉണ്ടാകാതെ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ മിന്നൽ പ്രഹരം എന്ന് പറയുന്ന തരത്തിലേക്ക് ഇതിൻ്റെ ഒരു രീതി മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു രൂപകൽപ്പന എന്ന് പറയുന്നതും ഏറ്റവും അത്യാധുനികമായിട്ടുള്ള യുദ്ധതന്ത്രങ്ങളോടൊക്കെ ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ്. അതിൻ്റെ ഒരു ചലനക്ഷമത എന്ന് പറയുന്നത് ഒരു വലിയ നേട്ടമായിട്ട് മാറുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ ഭാരം കുറവാണ് ഇതിന്. അതുകൊണ്ടാണ് അത് ഈ 3 സെക്കൻഡ് വിക്ഷേപിച്ച് കഴിഞ്ഞ് 3 മിനിറ്റിനുള്ളിൽ ഇത് പാക്ക് ചെയ്ത് മാറ്റാൻ കഴിയുമെന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം ഭാരം കുറഞ്ഞതും വേഗതയും ഉള്ളതായിട്ടുള്ള വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഇതിന് സാധാരണ ഈ പീരങ്കി യൂണിറ്റുകളെ പോലെയൊന്നും മെല്ലെ 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 പോകുന്ന രീതിയല്ല, മിന്നൽ വേഗത്തിൽ തന്നെ അതിനെ മാറ്റാനും കഴിയും. അപ്പോൾ പകരം ഈ പ്രദേശങ്ങളിലൊക്കെ വേഗത്തിൽ തന്നെ കടന്നു കയറിക്കൊണ്ട് ആക്രമണം നടത്താനും കഴിയും. അപ്പോൾ നിരീക്ഷണ ഉപഗ്രഹങ്ങളുടെ കണ്ണിൽ പോലും പെടാതെ 18 സെക്കൻഡ് അല്ലേ, അപ്പോൾ നിരീക്ഷണ ഉപഗ്രഹങ്ങളുടെയൊക്കെ കണ്ണിൽ പോലും പെടാതെ ഇതിന് കാര്യങ്ങൾ നടത്താൻ സാധിക്കും എന്നുള്ളതാണ്. അതൊരു വെല്ലുവിളിയാണ്
മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവരിത് നിരീക്ഷിച്ച് എല്ലാം വഴി നിരീക്ഷിച്ച് തിരിച്ച് ഇത് ആക്രമണം നടത്തുന്നതിന് മുമ്പേ ഇതിൻ്റെ എല്ലാം കഴിഞ്ഞിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ആക്രമണത്തിന് ശേഷം സ്ഥലം മാറ്റുന്ന ഒരു ലോഞ്ചർ സിസ്റ്റത്തെ തകർക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് അൺഗൈഡഡ് റോക്കറ്റുകളും ഗൈഡഡ് റോക്കറ്റുകളും ഒക്കെ ഒരേപോലെ വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാക്കിയിട്ടാണ് ഇതിൻ്റെ ഒരു രൂപകൽപ്പന റഷ്യ നടത്തിയിരിക്കുന്നത്. അതിന് യുദ്ധത്തിലൊരു പ്രധാനപ്പെട്ട പ്രാധാന്യവും അതിന് കൊടുക്കാൻ കഴിയും. കാരണം ഈ അൺഗൈഡഡ് റോക്കറ്റുകൾ എന്ന് പറയുന്നത് സാധാരണയായിട്ട് വലിയ പ്രദേശത്തെ കവർ ചെയ്യുന്ന ഒരു ശത്രുസേനയുടെ യൂണിറ്റുകളെ, അതായത് അതിൻ്റെ ഒരു സാച്ചുറേഷൻ ആക്രമണത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള രീതികളിൽ പീരങ്കികൾ, ട്രക്കുകൾ, ലോജിസ്റ്റിക് സംവിധാനങ്ങൾ എന്നിവയൊക്കെ ചിതറിക്കിടക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം കണ്ടെത്തി. അപ്പോൾ കൃത്യമായി തന്നെ ലക്ഷ്യം കണ്ടെത്തേണ്ടതില്ലാതെ തന്നെ ഇതിന് വ്യാപകമായിട്ടുള്ള ഒരു നാശം വിതയ്ക്കാൻ കൂടി കഴിയും. അപ്പോൾ കൂടാതെ ഗൈഡഡ് റോക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ലക്ഷ്യസ്ഥാനങ്ങളെ കൃത്യമായി തകർക്കും എന്ന് പറയുമ്പോൾ ശത്രുവിൻ്റെ കമാൻഡ് സിസ്റ്റം അതിൽപ്പെടും, റഡാർ സിസ്റ്റം അതിൽപ്പെടും, ആംഡ് വാഹനങ്ങൾ വരും, പീരങ്കി ബാറ്ററികൾ ഉൾപ്പെടെയുള്ള ഉയർന്ന തരത്തിലുള്ള എല്ലാത്തരം വിന്യാസങ്ങളെയും സേനാ വിന്യാസങ്ങളെയും ഒക്കെ കൃത്യതയോടെ തകർക്കാനായിട്ട് ഈ സർമ്മയ്ക്ക് കഴിയുമെന്നുള്ളത്. അപ്പോൾ ഇതൊരു മൾട്ടി റോൾ തലത്തിലുള്ള ഒരു ആയുധമായിട്ട് അവിടെ മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണ റോക്കറ്റ് ലോഞ്ചറുകൾക്ക് ഒരു തരത്തിലുള്ള ഒരു ആക്രമണ രീതി മാത്രമാണ് കഴിയൂ എന്നിരിക്കെയാണ് ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ റഷ്യ ഒരു റോക്കറ്റ് ലോഞ്ചർ നിർമ്മിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഏത് രീതിയിലാണോ ഒരു യുദ്ധം മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടൽ അവിടെ നടക്കുന്നത്, അതിനനുസരിച്ച് ഇതിൻ്റെ എല്ലാത്തരം മികവുകളെയും ഉപയോഗിച്ചുകൊണ്ട് ശത്രുവിനെ സർവനാശം വിതയ്ക്കാനായിട്ട് കഴിയുകയും ചെയ്യും. ഈ സർമ്മയുടെ ലക്ഷ്യശേഷി എന്ന് പറയുന്നത് സൈനികരെയോ അങ്ങനെയുള്ളത് കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്നതല്ല എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള പീരങ്കി യൂണിറ്റുകൾ, ലോജിസ്റ്റിക് സംവിധാനങ്ങൾ ഈ പറയുന്ന സേനാ വിന്യാസങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ ട്രക്കുകൾ, ആംഡ് വാഹനങ്ങൾ വരെ പലതരം ലക്ഷ്യങ്ങളെ ഒരേ തരത്തിൽ നിർവീര്യമാക്കാൻ കഴിവുണ്ട് എന്ന് പറയുമ്പോൾ ശത്രുവിൻ്റെ ആത്മവീര്യം തകർക്കാനായിട്ട് സർമ്മയ്ക്ക് കഴിയും. സർമ്മ അവിടെ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യമുണ്ടെങ്കിൽ തന്നെ ശത്രുവിൻ്റെ ആത്മവീര്യം തകർക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യം പൂർണ്ണമായിട്ടുള്ള ഒരു വ്യോമ പ്രതിരോധം ഉണ്ടായാലും അല്ലെങ്കിൽ ആധുനിക തരത്തിലുള്ള ആർട്ടിലറി, കൗണ്ടർ ബാറ്ററി, റഡാർ സംവിധാനങ്ങളൊക്കെ ഉണ്ടായാൽ പോലും അതെല്ലാം തന്നെ പൂർണ്ണമായിട്ട് തകർക്കാനായിട്ട് ഈ സർമ്മ എന്ന് പറയുന്ന റോക്കറ്റ് ലോഞ്ചറിന് കഴിയും. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും ലോകത്തെ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു ഭയം ഉള്ളിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രാജ്യം തന്നെയാണ് റഷ്യ. അത് പലപ്പോഴും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ് റഷ്യയുടെ ഈ പറയുന്ന പല റഡാർ സിസ്റ്റങ്ങളായിക്കോട്ടെ, റോക്കറ്റുകളായിക്കോട്ടെ, മിസൈലുകളായിക്കോട്ടെ, ഇതെല്ലാം നിരനിരയായിട്ട് ഒരു കമാൻഡ് മാത്രം കിട്ടിയാൽ മതി അവിടെ കാര്യങ്ങൾ, മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന തരത്തിലേക്കൊക്കെ എല്ലാം അറേഞ്ച് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്ന ഒരു രാജ്യം. ആ രാജ്യം വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ വീണ്ടും നിർമ്മിക്കുമ്പോൾ അത് ലോകത്തിന് ഭയമുണ്ടാക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭയമുണ്ടാക്കുന്നത് തന്നെയാണ്. പക്ഷേ അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾക്കും അറിയാം നമ്മുടെ രാജ്യം എത്രത്തോളം ഉയരത്തിലേക്കാണ് അല്ലെങ്കിൽ ഒരു ഉന്നതിയിലേക്കാണ്. ഈ പറയുന്ന പ്രതിരോധ സംവിധാനങ്ങൾ നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു പ്രതിരോധ സംവിധാനം നമുക്കായിട്ട് നമ്മുടെ രാജ്യം ഒരുക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ സുരക്ഷയിലാണ് നമ്മളിവിടെ കിടന്നു ഉറങ്ങുന്നത്. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് പല രാജ്യങ്ങളാലും ത്രെട്ട് ഉള്ള ഒരു രാജ്യമായിട്ടുള്ള റഷ്യയും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നത്. അപ്പോൾ ഈ സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ തന്നെ ഇവരോട് ഏറ്റുമുട്ടാനായിട്ട് പലർക്കും ഒരു ഭയം ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇറാനൊപ്പം റഷ്യ ചേരുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന രാജ്യങ്ങൾ പോലും ഒരു ഭയത്തിൽ നിൽക്കും. കാരണം ഇറാനെ അടിച്ചിട്ടുണ്ടെങ്കിൽ റഷ്യ ഞങ്ങളെ കയറി അടിക്കുമോ, അല്ലെങ്കിൽ ആ സംവിധാനങ്ങളെല്ലാം ഇറാന് കൈമാറുമോ എന്നുള്ള ഒരു ഭീതിയിലേക്ക് എത്തും. എന്ന് തന്നെ ആയാലും ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധം കൂട്ടുക എന്ന് പറയുന്നത് ആ രാജ്യത്തിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് റഷ്യ ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിരോധ രംഗത്ത് അവരുടെ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ്.